വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലടിപ്പിച്ച കപ്പിത്താൻ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയാണോ അതല്ല പിണറായി വിജയനാണോ? വിഴിഞ്ഞത്തിൻ്റെ പേരിലും രാഷ്ട്രീയ പോരിപ്പോൾ ശക്തമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ ഫ്ലെക്സി യുദ്ധം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞത്തിൻ്റെ നാൾവഴി നമുക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ വിഴിഞ്ഞത്തെടുത്ത കപ്പലിന്, വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖത്തിൻ്റെ കപ്പലിന് ഒരു കപ്പിത്താൻ മാത്രമേ ഉള്ളൂ. ആ കപ്പിത്താൻ അങ്ങനെയാണെങ്കിൽ ആരാണ്? നമുക്കൊന്ന് പരിശോധിച്ച് വരാം. നമുക്ക് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചായ്വോ ഒരു കക്ഷിയോടും ഒരു നേതാവിനോടുമില്ല. സത്യസന്ധമായ വസ്തുതകൾ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നാൾവഴിയിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചു നോക്കൂ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യത്തെ ആലോചന തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ്, നമ്മുടെ പൂർവികരും ജനിക്കുന്നതിന് മുൻപുള്ളൊരു കാലഘട്ടത്തിലാണ്. ആയി രാജവംശത്തിൻ്റെ തുറമുഖ കേന്ദ്രമായിരുന്നു അന്ന് കാന്തളൂർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്രദേശം. ഈ പ്രദേശത്തേക്ക് ഒരുപാട് സമുദ്രം വഴിയുള്ള ചെറിയ ചെറിയ കപ്പലുകളൊക്കെ വന്ന് പോയിരുന്നതായി ചരിത്രത്തിൽ പറയപ്പെടുന്നു. സമുദ്ര പഠനത്തെക്കുറിച്ച് ആയി രാജവംശത്തിന് ഈ വിഴിഞ്ഞം കേന്ദ്രമാക്കി ഒരു കേന്ദ്രമുണ്ടായിരുന്നതായിട്ടും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് അന്തക്കാലം. അതിനുശേഷം വൈദേശിക ആക്രമണങ്ങളിൽ ഈ കാന്തളൂരൊക്കെ തകരുന്നുണ്ട്. കാന്തളൂർ സർവകലാശാല എന്ന പേരിലുള്ള സർവകലാശാല പോലും ഈ വിഴിഞ്ഞം കേന്ദ്രമാക്കി ഉണ്ടായിരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രതാപം തിരിച്ചുപിടിക്കാനായി ശ്രീമൂലം മഹാരാജാവ് ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അതും കാര്യമായി വിജയിക്കുന്നില്ല. 1945 അന്നത്തെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ എന്ത് ചെയ്യുന്നു? ഈ വിഴിഞ്ഞത്തേക്ക് കപ്പലെടുക്കുക മാത്രമല്ല, വിഴിഞ്ഞത്ത് വരുന്ന കപ്പൽ എങ്ങനെയെങ്കിലും വെള്ളായണി കായലിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന ആലോചന പോലും നടത്തിയിരുന്നു എന്നാണ്. അന്ന് CP ആണ് ആ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി വെള്ളായണി കായലിൽ തന്ന കപ്പലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞം ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ആരും ഏറെക്കാലം ചിന്തിച്ചിട്ടേയില്ല. നമുക്കൊരൊറ്റ തുറമുഖമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കൊച്ചിയാണ്. ആ കൊച്ചിയാകട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുമാണ്. കേരളത്തിലും ഒരു തുറമുഖം വേണമെന്നുള്ള ആലോചന ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലൊന്ന് നോക്കൂ, ലോകത്ത് തന്നെ ഈ തീരക്കടലിൽ 24 മീറ്റർ ആഴമുള്ള ഏക തുറമുഖം എന്ന് പറയുന്നത് നമ്മളുടെ വിഴിഞ്ഞമാണ്. അത്തരത്തിലൊരു വിഴിഞ്ഞത്തിന് സ്വാഭാവിക ആഴമുണ്ട്. ഈ അന്തർരാഷ്ട്രീയ കപ്പൽ ചാൽ എന്ന് പറയും. ആ കപ്പൽ ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം 18 കിലോമീറ്റർ മാത്രം അകലെ കിടക്കുന്നൊരു പ്രദേശം. ഇത്രയും ചെലവില്ലാതെ ഒരു തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള പ്രകൃതിയുടെ എല്ലാ പശ്ചാത്തലവും ഉണ്ടായിട്ടും നമ്മളുടെ ആർക്കും അങ്ങനൊരു തുറമുഖം വികസിപ്പിക്കണമെന്ന് 1990 വരെയും ആലോചന ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ആദ്യ ആലോചന വരുമ്പോൾ തീർച്ചയായിട്ടും മറക്കാൻ പാടില്ല കെ കരുണാകരനെയും MV രാഘവനെയും. 1991-96 കാലഘട്ടത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് വിഴിഞ്ഞത്ത് ചരക്കിറക്കാനുള്ള ആദ്യത്തെ ആലോചന നടക്കുന്നത്. അന്ന് അഴീക്കൽ തുറമുഖത്തിനോടൊപ്പം ആലപ്പുഴ തുറമുഖത്തിനോടൊപ്പം വിഴിഞ്ഞം തുറമുഖത്തെയും വികസിപ്പിക്കാൻ വേണ്ടി MV രാഘവൻ പഠനം നടത്തുകയും ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. അന്ന് ആദ്യത്തെ ഒരു ചരക്കെത്തി കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ട്രയൽ റണ്ണുമായി എത്തിയ സാൻ ഫെർണാണ്ടോയെക്കുറിച്ച് പറയുമ്പോൾ 1995 കെ കരുണാകരൻ MV രാഘവനും ചേർന്ന് ഒരു ചരക്കെത്തിച്ച ഒരു പത്തേമാരിയെ സ്വീകരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കെ കരുണാകരനാണ് അന്ന് ആ പത്തേമാരി സ്വീകരിക്കുന്നത്. അന്നത് കൊണ്ടുവന്നത് ഡിക്രൂസ് എന്ന് പറയുന്ന വലിയ തുറയിലുള്ള ഒരു ഷിപ്പിംഗ് മെർച്ചൻ്റാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം MV രാഘവൻ അടങ്ങിയിരിക്കുന്നില്ല. MV രാഘവൻ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. BOT പ്രകാരം വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഓർമ്മിക്കണം, അന്ന് ഈ രാജ്യം BOTയെക്കുറിച്ച് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് ഈ ലിബറലൈസേഷൻ പോളിസി വരുന്നതിൻ്റെ ഭാഗമായി BOT സ്വകാര്യ വ്യക്തികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വികസനം എന്ന ആശയം കൊണ്ടുവരുന്നു. ബിൽറ്റ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, നിർമ്മിച്ച് നടപ്പാക്കി അത് സർക്കാരിന് കൊടുക്കും ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം. ഇതിൻ്റെ ഭാഗമായി MV രാഘവൻ്റെ നേതൃത്വത്തിൽ കെ കരുണാകരൻ 1995 ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. കുമാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടാണ് ഈ ഒപ്പിടുന്നത്. അങ്ങനെ ഒപ്പിട്ടതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? 1995 ഈ ഒപ്പിട്ടതിനു ശേഷമുള്ള ഒരു കാലയളവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നീട് മാറ്റങ്ങളുടെ ഒരു കാലയളവായിരുന്നു. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 91-95 കാലഘട്ടം മുതൽ തുടങ്ങുന്നതാണ്. അതിനുശേഷം രണ്ടാമത്തെ സർക്കാരിൻ്റെ കാലഘട്ടത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. ആ കാലഘട്ടത്തിൻ്റെ ഓർഡർ നമ്മളൊന്ന് ക്രമീകരിച്ചിട്ട് വരുന്നു. EK നായനാരുടെ കാലത്ത് 1996 ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. എന്താണ് 95 ശേഷം സംഭവിച്ചത് എന്നതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. 95 ശേഷം സംഭവിച്ചതും നിർണായകമാണ്. അപ്പോൾ 91-95 കാലഘട്ടത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനുശേഷം 96
1996 നമ്മൾ തിരിച്ചു വന്നാൽ നോക്കൂ, ഇ.കെ. നായനാർ മന്ത്രിസഭയുടെ കാലത്ത് 1996 തുറമുഖ വകുപ്പ് മന്ത്രി ഷൺമുഖദാസാണ്. BOT-യോട് ഇടതുപക്ഷത്തിനെന്ന് പ്രത്യയശാസ്ത്രപരമായ എതിർപ്പുണ്ട്. ചലനമില്ലാതെ വിഴിഞ്ഞം പദ്ധതി കിടക്കുന്നൊരു കാലമാണ് ഇ.കെ. നായനാരുടെ കാലത്തെന്ന് ഓർമ്മിക്കണം. അപ്പോൾ എം വി രാഘവൻ തുടങ്ങുന്നു, കെ കരുണാകരൻ്റെ കാലത്ത് തുടങ്ങുന്നു. BOT സംവിധാനത്തിലൂടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന വരുമ്പോൾ ഇടതുപക്ഷം എന്നതിനെ എതിർക്കുന്നു. കാരണം BOT-യോട് പാർട്ടിക്ക് പ്രത്യയശാസ്ത്രപരമായ എതിർപ്പാണുള്ളത്. അത് സ്വകാര്യ മൂലധനത്തിൻ്റെ വരവാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇ.കെ. നായരുടെ കാര്യത്തും ഷൺമുഖദാസ് തുറമുഖ മന്ത്രിയായിരിക്കുമ്പോൾ കാര്യമായ ചലനമില്ലാതെ പോകുന്നു. A.K. ആന്റണി എത്തുന്നു. A.K. ആന്റണി 2001 എത്തുമ്പോൾ അന്നും വീണ്ടും എം വി രാഘവൻ തന്നെയാണ് തുറമുഖ വകുപ്പ് മന്ത്രി. പദ്ധതിക്ക് ആഗോള ടെൻഡർ വിളിക്കാൻ തീരുമാനിക്കുന്നു. ടെൻഡർ ലഭിച്ചത് സൂം കമ്പനിക്കാണ്. ചൈനീസ് ബന്ധം ആരോപിച്ച് മിലിറ്ററി ക്ലിയറൻസ് നിഷേധിക്കപ്പെടുന്നു. ഇവിടെ ഒരു തർക്കം കിടക്കുന്നത് A.K. ആന്റണി പിന്നീട് രാജിവെച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്നു. അതിനുശേഷം വരുന്ന V.S. അച്യുതാനന്ദൻ്റെ കാലത്ത് V.S. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തുറമുഖ മന്ത്രിയായി M. വിജയകുമാർ വരുമ്പോഴാണ് ഈ സൂം കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ആഗോള ടെൻഡറിന് ശ്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് അതിന് മിലിറ്ററി ക്ലിയറൻസ് കിട്ടിയിരുന്നില്ല. അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നത് A.K. ആന്റണിയാണ് എന്നത് ആലോചിക്കണം. ആഗോള ടെൻഡറിനുള്ള ശ്രമം തുടങ്ങി സൂം കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം V.S. അച്യുതാനന്ദനും ഒപ്പം M. വിജയകുമാറും നടത്തുമ്പോൾ ആ പദ്ധതിയുടെ മിലിറ്ററി ക്ലിയറൻസ് കൊടുക്കാതിരിക്കുന്നത് അന്ന് കേന്ദ്രത്തിൽ A.K. ആന്റണിയാണ്. സ്വാഭാവികമായും കാര്യങ്ങളുണ്ടാവാം. സൂം കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഒരു ചൈനീസ് പൗരനുണ്ട്, ഒരു ചൈനക്കാരനുണ്ട് എന്നതായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയ മിലിറ്ററി ക്ലിയറൻസ് കൊടുക്കാതിരിക്കാനുള്ള ന്യായം. പക്ഷേ അതിനുശേഷവും V.S. അച്യുതാനന്ദനും ഒപ്പം M. വിജയകുമാറും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമം നടത്തുന്നു. പക്ഷേ പദ്ധതി ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് കൊണ്ടപ്പള്ളി, ലാൻഡ്കോ കൊണ്ടപ്പള്ളി എന്ന് പറയുന്നൊരു കമ്പനി എത്തുന്നു. പക്ഷേ ആ കമ്പനി ലാൻഡ്കോ കൊണ്ടപ്പള്ളി സർക്കാരിന് പണം കൊടുത്ത് ഈ തുറമുഖം ഏറ്റെടുക്കാം എന്ന നിലപാട് മുന്നോട്ട് പറയുമ്പോൾ പക്ഷേ കേന്ദ്രം അതിനെ എതിർക്കുന്നു. എന്ന് മാത്രവുമല്ല, അതിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഈ തുറമുഖം പദ്ധതിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ആരോപണം. അങ്ങനെ എന്തായാലും 2011 ആകുന്നു. അതുവരെയും ഒന്നും നടന്നില്ല. ആലോചനകളും ധാരണാപത്രത്തിൽ ഒപ്പിടാനും ടെൻഡർ വിളിക്കാനും സൂമിനെ ഏൽപ്പിക്കാനും ലാൻഡ്കോ കൊണ്ടപ്പള്ളിയെ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ ഒന്നും തീരമണയുന്നില്ല. കെ ബാബു തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ വീണ്ടും ആഗോള ടെൻഡറിൻ്റെ ശ്രമം നടത്തുന്നു. പക്ഷേ ലാൻഡ്കോ കൊണ്ടപ്പള്ളിയുടെ വിവാദം, സൂം ഡെവലപ്പേഴ്സിൻ്റെ വിവാദം, ഇതൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കമ്പനിയും ഈ ടെൻഡർ ഏറ്റെടുക്കാനായിട്ട് എത്തുന്നില്ല. ടെൻഡർ അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള ധാരണയാവുന്നു. അവിടെ കെ വി തോമസിൻ്റെ ഒരു സഹകരണം ഉണ്ടാവുന്നു. കെ വി തോമസ് കൂടി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ ഉമ്മൻചാണ്ടിയെ കെ വി തോമസിൻ്റെ ഔദ്യോഗിക വസതിയിൽ അദാനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കുന്നു. അവിടെ വെച്ചാണ് ആ പദ്ധതി ബീജാവാപം ചെയ്യുന്നത്. ആ പദ്ധതി അതിനുശേഷം പിന്നീട് AKG സെൻറ്ററുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ആ പദ്ധതിയെ തങ്ങൾ പിന്തുണയ്ക്കാം എന്ന നിലപാട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂടി കിട്ടുന്നു. പക്ഷേ അന്ന് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചത് ലാൻഡ് ലോഡ് സംവിധാനത്തിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു ലാൻഡ് ലോഡ് മാതൃകയിലുള്ള ഒരു തുറമുഖ പദ്ധതിയായിരുന്നു. സർക്കാരിൻ്റെ കയ്യിൽ ഭൂമിയിരിക്കും, സ്വകാര്യ കമ്പനിക്കത് നടത്താം എന്നതായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരും കെ ബാബു തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 2015 ഓഗസ്റ്റ് 17 ഒപ്പുവെച്ച കരാർ. ഈ തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. 2015 ഓഗസ്റ്റ് 17 നമ്മൾ ഇന്ന് കാണുന്ന ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാർ ഒപ്പിടുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിക്ക് ഈ പദ്ധതിയിൽ ഒരു നിർണായകമായ സ്ഥാനമുണ്ട്. കെ കരുണാകരന് സ്ഥാനമുണ്ട്, M. വി. രാഘവന് സ്ഥാനമുണ്ട്, V.S. അച്യുതാനന്ദനും സ്ഥാനമുണ്ട് എന്ന് തന്നെ നമ്മൾ പറഞ്ഞു പോകണം. മാത്രവുമല്ല 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം ചെയ്തത് ഈ ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായിട്ട് ഒപ്പിട്ട ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒപ്പം കരാറും അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസിനെയും ജുഡീഷ്യൽ കമ്മീഷനെയും തീരുമാനിക്കുന്നു. പക്ഷേ അതിൽ അഴിമതിയില്ല എന്നുള്ളത് ജുഡീഷ്യൽ കമ്മീഷനും വിജിലൻസും കണ്ടെത്തുന്നു. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ പിണറായി വിജയൻ സർക്കാരും ശ്രമിക്കുന്നു. പിന്നീട് കാര്യങ്ങൾ അതിവേഗമാണ് നീങ്ങുന്നത്. തുറമുഖ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആദ്യ പിണറായി സർക്കാരിലും അഹമ്മദ് ദേവർകോവിൽ രണ്ടാം സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിലും ഇപ്പോൾ V.N. വാസുവിനും എത്തുന്നു. പിന്നീട് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടന്നു എന്നതും നമ്മൾ പറയണം. മാത്രവുമല്ല സ്ഥലം ഏറ്റെടുക്കുന്നതടക്കം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമരങ്ങൾ നേരിടുന്നതടക്കം പിണറായി വിജയൻ്റെ 1ഉം 2ഉം സർക്കാരുകൾ കാണിച്ച നിശ്ചയദാർഢ്യവും നമ്മളിവിടെ പറയണം. അപ്പോൾ ആരാണ് കപ്പിത്താൻ എന്ന ചോദ്യത്തിന് വളരെ ഡീറ്റെയിലായി ഞാൻ പ്രേക്ഷകരോട് അവതരിപ്പിച്ചു കഴിഞ്ഞു. 91 മുതൽ തുടങ്ങുന്ന ചിന്തയിൽ M. വി. രാഘവനെയും കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും ഒപ്പം പിണറായി വിജയനെയും V.S. അച്യുതാനന്ദനെയും മറന്നുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കപ്പലിന് ഒരു കപ്പിത്താനല്ല ഉള്ളത്, ഒരുപാട് കപ്പിത്താന്മാരുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പ്രേക്ഷകരോട് ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതുകൊണ്ട് അതിന്
ഉത്തരവാദിത്വം, അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികൾക്ക്, നമ്മൾ ഇന്ത്യക്കാർക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. ഇന്ത്യയെ തന്നെ മാറ്റാൻ പോകുന്ന ഒരു വലിയ പദ്ധതിയായിട്ടാണ് നമ്മളിതിനെ വിഭാവനം ചെയ്യുന്നത്.